ഫജൂദി അലൈഹി ബിദ്ദുമൂഇ വഅഊലി, കണ്ണുകളോട് പറയാണ് കരയൂ, ഒരു അല്പം കണ്ണുനീർ പൊഴിക്കൂ, കണ്ണുനീരുണ്ടാകട്ടെ. വഅഊലി, ഒന്ന് വിലപിക്കൂ, ഒന്ന് അനുശോചനം നടത്തൂ, സങ്കടമുണ്ടാകട്ടെ. ലിഫഖദില്ലദീ ലാ മിസ്ലഹു ദഹ്റു യൂജദു, ഒരു കാലത്തും തുല്യത കണ്ടെത്താൻ കഴിയാത്ത, ഒരു കാലത്തും സദൃശനായ ഒരാളെ കണ്ടെത്താൻ കഴിയാത്ത ഒരു മനുഷ്യന്റെ നഷ്ടത്തിൽ അല്പം കരയൂ, സങ്കടപ്പെടൂ എന്നാണ്. വമാ ഫഖദൽ മാദൂന മിസ്ല മുഹമ്മദിൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുൻഗാമികൾ, അവർക്ക് നഷ്ടബോധം ഉണ്ടാകുന്നത് റസൂലിനെ പോലൊരു സദൃശനായ ഒരു വ്യക്തി, അതിന് തുല്യനായ, അതിനെപ്പോലൊരാൾ ഉണ്ടായില്ലല്ലോ എന്നതിലാണ് അവർക്കുള്ള നഷ്ടബോധം. വലാ മിസ്ലഹു ഹത്തൽ ഖിയാമത്തി യുഫ്ഖദു, അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ വരേക്കുമുള്ള ആളുകൾക്കും ഉണ്ടാകുന്ന നഷ്ടബോധം അത് തന്നെയാണ്. റസൂലിനെ പോലൊരാൾ ഇനി ഇല്ലല്ലോ, മുമ്പും കഴിഞ്ഞു പോയിട്ടില്ലല്ലോ എന്നാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഈ വരികളിലൂടെ നമ്മളോട് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അതിന് തുല്യമായൊരു ജീവിതം നമ്മൾ വേറെ എവിടെയെങ്കിലും കഥകളിലെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ ലോകത്ത് ഭാവനകൾ കൊണ്ട് വിവിധങ്ങളായ കഥകൾ തീർത്ത ഒരുപാട് കഥാകാരന്മാർ പോലും പ്രവാചകനെ പോലെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ വായിച്ച ഏതെങ്കിലും ഒരു നോവലുകളിലോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവചരിത്രത്തിലോ അള്ളാഹുവിൻ്റെ റസൂലിനെ പോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടില്ലല്ലോ. അതാണ് തുല്യതയില്ലാത്ത ജീവിതം എന്ന് സ്വഹാബി വര്യനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നമ്മളെ ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. നമ്മൾ ആലോചിക്കണം, ഒരാൾക്ക് മഹത്വത്തിൻ്റെ ഒരു ശ്രേഷ്ഠതയുടെ എന്തെങ്കിലും ഒരു അളവുകോൽ, മഹത്വത്തിൻ്റെയോ ശ്രേഷ്ഠതയുടെയോ ഏതെങ്കിലും ഒരു അളവുകോൽ, അത് ഏത് അളവുകോലും ആകട്ടെ, ഏത് വെച്ചളന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പോലെ അതുപോലെ തിളങ്ങി നിൽക്കുന്നൊരു ജീവിതം നമുക്ക് വേറെ കണ്ടെത്താൻ കഴിയില്ല എന്നൊരു സത്യമാണ്. നമ്മുടെ വിദൂരമായ സ്വപ്നങ്ങളിൽ പോലും, നമ്മൾ അസാധ്യമെന്ന് കരുതുന്ന സ്വപ്നങ്ങളിൽ പോലും അതുപോലൊരു ജീവിതത്തെ നമ്മൾ സ്വപ്നം പോലും കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സീറ പഠനത്തിൻ്റെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് പ്രവാചകന്റെ മേൽ കൂടുതൽ സ്വലാത്തു എല്ലാം നമുക്ക് ഭാഗ്യം ലഭിക്കുന്നു എന്നാണ്. സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് പഠനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നായി പണ്ഡിതന്മാർ എണ്ണുന്നതും അതാണ്. ഒരുപാട് തവണ റസൂലിൻ്റെ പേര് നമ്മുടെ നാവിലൂടെ കടന്നു പോകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതത്രയും നമുക്ക് ജീവിതത്തിൽ ഊർജ്ജമാണ്, അതത്രയും നമുക്ക് ആഖിറത്തിലേക്കുള്ള നീക്കിയിരുപ്പാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നു.